ഹലോ മച്ചാമരെ, മെറ്റൽ സ്പാർക്കാണ്. അപ്പോൾ നമ്മളുടെ പുതിയൊരു സൈറ്റാണ്. സൈറ്റ് പറഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ കാണുന്നൊരു ഓപ്പൺ ടെറസ് ഫുള്ള് നമ്മൾ ACP-ലാണ് റൂഫ് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇങ്ങനെ ചെയ്തെടുത്തേക്കണം. നമുക്ക് ചെറിയൊരു പാർട്ടിയോ ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ ചെറിയ ഫംഗ്ഷനൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് നടത്താൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തേക്കണത്. പിന്നെ നമ്മൾ ഈ വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ അത് PVC തന്നെ ലാറ്റിക് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ ഷീറ്റാണ് നമ്മൾ ചെയ്തേക്കണത്. 7mm തിക്നെസ് വരും. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. നമുക്ക് മറ്റേ നോർമല് നമ്മൾ എന്താ പറയണത്, മറ്റേ CNC വെക്കണ പോലെ നമുക്ക് പെയിൻറ്റിങ് അങ്ങനെ തുരുമ്പോ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. പിന്നെ എല്ലാവരും നമ്മളുടെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്ത് ഷീറ്റാണ് യൂസ് ചെയ്യണതെന്ന് റൂഫിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ACP എന്ന് പറയുന്ന ഷീറ്റാണ് യൂസ് ചെയ്യാറ്. നമ്മൾ അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ എന്ന് പറയും. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ തിക്നെസ് വന്നത് 3mm ഉണ്ട്, 5mm, 6mm അങ്ങനെ കിട്ടും കേട്ടോ. 4. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ 3mm തിക്നെസ് ഉള്ളതാണ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമുക്ക് 8 അടി കിട്ടും, 10 അടി കിട്ടും, 12 അടി കിട്ടും കേട്ടോ. വിട്ടെല്ലാം 4 ആയിരിക്കും വന്നത്. അപ്പോൾ നമ്മൾ ഫോർമാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യാറ്. 10 years വാറണ്ടി ഉണ്ടാവും. വിത്ത് വാറണ്ടി കാർഡ് നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ കമ്പനി പറയണ പോലെ നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഷീറ്റിൻ്റെ കളർ നമ്മൾ താഴ്ത്തോട്ടാണ് ഇടുന്നത്. നമ്മൾ കമ്പനിയിൽ എല്ലാം ചോദിച്ച് അതിൻ്റെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അവർ ഇതിന് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ കളർ താഴ്ത്തോട്ടാക്കിയാണ് നമ്മൾ ഇടാറ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഈ സാധനം നമുക്ക് ഫയർ റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ മഴ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. മറ്റ് ഷീറ്റുകളെ അപേക്ഷിച്ച് സൗണ്ടും കുറവായിരിക്കും. അതേപോലെ തന്നെ ചൂട് താഴത്തോട്ട് ഒട്ടും ഉണ്ടാവില്ല. അലൂമിനിയം ആയതുകൊണ്ട് താഴെ എത്ര വെയിലത്താണെങ്കിലും നമുക്ക് ചൂടുണ്ടാവില്ല ഇതിൻ്റെ അടിയിൽ. അങ്ങനൊരു ഗുണം കൂടി അതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഈ സാധനം പിന്നെ തുരുമ്പെടുക്കുക കാര്യങ്ങളൊന്നുമില്ല. കോസ്റ്റ് വരും, നമ്മൾ നോർമൽ ഷീറ്റ് വെച്ച് ചെയ്യണേക്കാളും കോസ്റ്റ് കൂടുതൽ.